പ്രിയപ്പെട്ട എല്ലാ മലയാളികളോടായിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഞാനിപ്പം GCC കൺട്രിയായ യു എയിൽ ദുബൈയിലാണുള്ളത്. അപ്പോൾ നിങ്ങളോടെല്ലാം പറയാനുള്ളത് ഇപ്പോഴത്തെ യുദ്ധത്തിനെ കുറിച്ചിട്ടാണ്. കാരണം ഇപ്പം നടക്കുന്ന യുദ്ധം ഇസ്രായേലും അമേരിക്കയും ഇറാനും കൂടി നടക്കുന്നൊരു വാറ് എല്ലാം നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ചിട്ടെല്ലാം ഞാൻ പറയേണ്ടില്ല, എല്ലാം നിങ്ങൾക്കറിയാം. ന്യൂസ് നോക്കിയിട്ടില്ലേ, നിങ്ങളെ തെറ്റിദ്ധാരണയും ഒരുപാടുണ്ട്. അപ്പോൾ നമുക്കൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ നേതാവായ ഒരുപാട് നല്ല നേതാക്കൾ ഈ രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് നോക്കുന്നുണ്ട്. അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും ചില സാഹചര്യങ്ങൾ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. എന്നിട്ടും അത് നടന്നിട്ട് ഇന്നലെ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. UAE പ്രസിഡന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഏഷ്യൻ വംശകനെ കെട്ടിപ്പിടിക്കുന്നതും മറ്റുള്ള വിഭാഗക്കാർ കെട്ടിപ്പിടിക്കുന്നു. അത് അയാളെ മതത്തിൽപ്പെട്ട ആളായതുകൊണ്ടായിരിക്കോ? ഇല്ലെങ്കിൽ ആരെങ്കിലും ഇയാൾ ഇതെല്ലാം പ്രഹസനം കാണിച്ചെന്ന് നിങ്ങൾ പറയുന്ന ചിലപ്പോൾ പ്രഹസനം കാണിച്ചിട്ട് ഇയാൾക്ക് ജനങ്ങൾ വോട്ട് കിട്ടിയിട്ട് വേണം ഇവിടെ പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട്. ഇത് ഇയാൾ രാജ്യമാണ്. അയാൾ മനുഷ്യത്താണ് അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ അയാൾക്ക് ജനങ്ങളെ വോട്ട് കിട്ടാനും നമ്മുടെ നാട്ടിൽ ചില നേതാക്കന്മാർ ചെയ്യുന്നത് പോലെ ജനങ്ങൾക്ക് പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് വീഡിയോ എടുത്ത ശേഷം പിന്നെ അത് പോസ്റ്റ് ചെയ്തിട്ട് വോട്ട് കിട്ടാനല്ലേ കുറേ തത്രപ്പാടെല്ലാം ചെയ്യില്ല. അതിൻ്റെ ആവശ്യം ഇയാൾക്കില്ല. ഇയാൾ ഈ രാജ്യത്തിൻ്റെ നേതാവാണ്. ഇയാൾക്ക് ആരും വോട്ട് കിട്ടേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തി അയാളെ മനസ്സിലെ ഏറ്റവും ശുദ്ധമായ മനസ്സിലെ ഒരു വ്യക്തിയാണ്. ഈ രാജ്യത്തിനെ ഞാൻ സ്നേഹിക്കാനും അത്രത്തോളം. ഞാൻ ജപ്പാനിൽ 2 വർഷം ജോലി എടുത്ത ഒരുത്തനാണ്. ഞാൻ ഇവിടെ മുമ്പ് ജോലി എടുത്തിട്ട് ജപ്പാനിൽ ജോലി എടുത്തിട്ടാകുമ്പം എനിക്ക് 2 വ്യത്യാസം മനസ്സിലായി. എന്നിട്ടാണ് ഈ തിരിച്ചു വന്നത്. ഞാൻ ആടെ ജോലി എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെയും ഞാൻ UAE കാരണം ഈ രാജ്യം എന്ന് പറയുന്നത് അത്രത്തോളം ഒരു മറ്റൊരു രാജ്യത്തിന് തരാൻ പറ്റാത്തൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. കാരണം നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി അറിയും. ഇവിടെ ആകെ 11-12 മില്യൺ ആൾക്കാരാണ്. ആ 12 മില്യണിലും 5 മില്യൺ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ്. ആ 5 മില്യണിൽ 2-3 മില്യൺസ് മലയാളികളാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളത് മലയാളികളാണ്. മറ്റേ ആരെക്കാളും ഏറ്റവും കൂടുതലുള്ളത് മലയാളികളാണ്. ഈ രാജ്യക്കാരെക്കാളും ഉള്ളത് മലയാളികളാണ്. ഈ രാജ്യക്കാരെക്കാളും മലയാളികൾ ഉണ്ടാകുമ്പം ഒന്ന് ചിന്തിക്കണം. ഇവിടുത്തെ ഓരോ എമറാത്തികളും നമ്മളെ സ്വാഗതം ചെയ്ത് ഈ രാജ്യത്ത് സ്വാഗതം ചെയ്ത് അവരെ വിജയത്തോടൊപ്പം നമ്മളെ കൂടെ യാത്രയായി. എന്നിട്ട് ഈ എടുത്ത പൈസ കൊണ്ട് നമ്മളെ നാട് വളർത്തി. നമ്മൾ വീട്ടുകാർക്ക് നാട്ടുകാർക്ക് എല്ലാ രീതിയിൽ സംഭാവനയായിട്ടും ജീവിത ചെലവായിട്ടും മറ്റതും മറിച്ചതും എല്ലായിട്ട് ഈ രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ ഓരോ ഭാഗം നമുക്കാണ് കിട്ടുന്നത്. നമ്മുടെ സംസ്ഥാനത്തിലാണ് കിട്ടുന്നത്. അപ്പം ഓരോ കാര്യം പറയാനില്ലേ, ഇവിടെ ഇല്ലവരും നാട്ടിലവരും മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ടും മറ്റുള്ള രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടും സ്റ്റാറ്റസ് ഇടുന്നതും കുറ്റപ്പെടുത്തുന്നതും പറയുന്നതും ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളൊന്നും ചെയ്തിട്ടൊന്നും നേടാനും പോകുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്, പിന്നെ ഞാൻ മനുഷ്യന്മാരോടായിട്ടാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ ബുദ്ധിയില്ലാത്ത ചില നേതാക്കന്മാർ പറഞ്ഞിട്ട് യുദ്ധം ചെയ്യുന്നത് അപ്പുറം മരിക്കുന്ന മനുഷ്യന്മാരാണ്, ഇപ്പുറം മരിക്കുന്നതും മനുഷ്യന്മാരാണ്. ഞാൻ മനുഷ്യന്മാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അല്ലെങ്കിൽ ഇസ്രായേൽ തകർന്ന തരിപ്പണാണോ ഇല്ലെങ്കിൽ ഇറാൻ തരിപ്പണാണോ എന്നല്ല ഞാൻ പറയുന്നത്. കാരണം എവിടെ യുദ്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പം നന്മക്കായിട്ട് ആരെ ഭാഗത്തും സപ്പോർട്ട് ചെയ്യാതെ നിഷ്പക്ഷമായിട്ട് നല്ല നാളേക്കും വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ പറയുന്നു. UAE കാര്യം മാത്രമല്ല, GCC മറ്റുള്ള രാജ്യത്തിൽ എത്രത്തോളം ഇന്ത്യക്കാരുണ്ടാവും, എത്രത്തോളം മലയാളികളുണ്ടാവും. അപ്പം നാട്ടിൽ കച്ചവടം ചെയ്യുന്ന ഒരാൾ വിചാരിക്കും, ഇല്ലെങ്കിൽ നാട്ടിൽ ജോലി എടുക്കുന്നവർ വിചാരിക്കും ഞാൻ നാട്ടിലല്ലേ ജോലി എടുക്കുന്നത്, ഞാൻ നാട്ടിലല്ലേ കച്ചവടം ചെയ്യുന്നത്, അവിടെ എന്തായാലും എനിക്ക് പ്രശ്നമില്ല. അത് നിങ്ങളെ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇതെല്ലാം ഒരു സർക്കിളിലാണ് നീങ്ങുന്നത്. ഇവിടെ എന്തെങ്കിലും ബാധിച്ചാൽ നിങ്ങൾക്കും ബാധിക്കും, നിങ്ങളുടെ കുടുംബത്തിനും ബാധിക്കും, നിങ്ങൾക്കും പട്ടിണി എടുക്കണം. ഇതെല്ലാം ഇല്ലേ, ഈ ഒരു സംഭവം ഒന്നും കൂടുതലായി കഴിഞ്ഞാൽ നമ്മളെ നാടില്ലേ, നമ്മളിപ്പോൾ അഹങ്കരിക്കുന്നില്ല, അതൊന്നും ആയിരിക്കില്ല. അതായത് ബാങ്കും എല്ലാം തകർന്ന് തരിപ്പണായിട്ട് സോമാലിയനേക്കാളും പിറകിലേക്കേണ്ടി വരും. അത് 100% ഉറപ്പാണ്. നമ്മളെ രാജ്യത്തിൻ്റെ GDP നോക്കിയിട്ടൊന്നും നമ്മളെ കാര്യം നമ്മൾ എഴുതേണ്ട. അതെല്ലാം ഘട്ടം ഘട്ടമായിട്ട് വളർന്നു വരുന്ന അത്രേ. അപ്പോൾ എപ്പോഴും ചിന്തിക്കുക. ഈ നാട്ടിനെ കുറ്റം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാക്കുക, മറ്റുള്ള രാജ്യത്തിനെ ആക്രമിക്കുന്ന രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ നാട്ടിലെ അവർ ചിന്തിക്കലും നമ്മളവരെ സപ്പോർട്ട് ചെയ്ത്, അതായത് സ്വന്തം ചോറിൽ മണ്ണിടുന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്.
അതായത് എൻ്റെ സ്പോൺസർ ഉണ്ട് എമറാത്തി, മൂപ്പർക്ക് ഞാൻ മിനിയാന്ന് ഫോൺ വിളിച്ചിട്ടാകുമ്പം ഞാൻ ചോദിച്ചു, മൂപ്പരോട് ചോദിച്ച് എന്താ അർബാബ് സുഖമെന്ന് ചോദിച്ചു. എല്ലാ സമയത്തും ഹലോ മലബാരി എന്ന് വിളിക്കുന്ന അയാൾ എന്നോട് പറഞ്ഞത് സുഖം തന്നെയെന്ന് പറഞ്ഞു. പിന്നെന്ത് വിശേഷം? ഞാൻ പറഞ്ഞു ഒന്നുമില്ല. ഞാൻ പറഞ്ഞു യുദ്ധമല്ലേ. എൻ്റെ കേരള പീപ്പിൾ ഫുള്ള് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു വെച്ചിട്ടുണ്ട്. സത്യാവസ്ഥ ഇല്ലതുപോലെ പറയാം. അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പം മലയാളികൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എന്ത് സംഭവം എനിക്കറിയാം. ഞാൻ പറഞ്ഞു എല്ലാവരും ഒരിക്കലും അറിയാം പറഞ്ഞു. ആക്കി. അപ്പം ഞാൻ പറയുന്നത് അയാൾക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടാവും ഇയാളെ സ്വന്തം രാജ്യത്തിന്. ഈ സ്വന്തം രാജ്യത്തിനെ പിന്നെ ഒരുപാട് നമ്മുടെ നാട്ടിലേറ്റവും നമ്മൾ ഒരു ബംഗാളി വന്നു കഴിഞ്ഞാൽ ബംഗാളിയർ നമ്മൾ ഒരുപാട് അവോർഡാക്കുന്നത്, അങ്ങനെ ആടെ നിർത്തും വീട് നിർത്തും ഇതാക്കലും അങ്ങനെ ആക്കും അല്ലേ. ഇവരിൽ നമ്മളെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഇതാക്കുമ്പോൾ ഈ രാജ്യത്തോട് നമ്മൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ രാജ്യത്തിനെ സംരക്ഷിക്കേണ്ട ഓരോ കടമയും ഓരോ മലയാളിക്കില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളോട് ഓരോ ആൾക്കാരോടും ഞാൻ പറയുന്നത്, സ്റ്റാറ്റസിൽ ഓടുന്നത് മറ്റതും മറിച്ചതും കുറ്റം പറയുന്നത് എല്ലാം ഒന്ന് നിർത്തിയിട്ട് ദയവായി സമാധാനത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിക്കുക. ഒന്നും പറ്റാത്തവർ ഒന്നും ചെയ്യാതിരിക്കുക. മാധ്യമങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളോടും കൂടിയിട്ട് പറയുന്നത്, ഇല്ലാത്ത ഇപ്പം നിങ്ങൾ തൃശ്ശൂർ പൂരമൊന്നുമല്ല, നിങ്ങളെ സഹോദരിമാരിലും ഇല്ലൊരു രാജ്യത്തേക്ക് ബോംബ് വീഴാൻ പോകുന്നത് അറിയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങളെ മാധ്യമപ്രവർത്തകർ അടക്കുന്ന രാജ്യത്തേക്ക് ബോംബെല്ലാം വീഴാൻ പോകുന്നത് നിങ്ങൾ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് നടക്കുന്നതാണൊക്കെയാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ വീണ് പോയ ചിഹ്നത്തിൽ നിങ്ങളെ സഹോദരന്മാരായിരിക്കും എന്ന ചിന്താഗതി നിങ്ങൾക്ക് വേണം. നിങ്ങളടക്കം എല്ലാ ചോറിലേക്കും മണ്ണ് വാരിയിടുന്ന രീതിയിലാണ് മാധ്യമപ്രവർത്തകരെ നിങ്ങളും ചെയ്യുന്നത്. ദയവായി നിങ്ങൾക്ക് നാടിനോട് മറ്റാരെക്കാളും കമ്മിറ്റ്മെൻറ്റ് നാടിനോട് വേണ്ട ആൾക്കാരാണ് മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത്. നിങ്ങൾ ദയവായിട്ട് വെറുതെ ഇങ്ങനെ കുറേ തൃശ്ശൂർ ഭയങ്കര ഇതായിട്ട് ഇപ്പം പൊട്ടും അവിടെ പൊട്ടും ഇവിടെ പൊട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് ദയവായിട്ട് അങ്ങനെയൊന്നും ഇടാൻ പാടില്ല. എൻ്റെ ഒരു റിക്വസ്റ്റാണ് നിങ്ങളോട്. ദയവായി നമ്മളമ്മ പൊങ്ങന്മാരുടെ വീട്ടിലുണ്ട്, അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു ന്യൂസ് നിങ്ങൾ ചെയ്യാൻ പാടില്ല. എൻ്റെ ഉമ്മ 2-3 പ്രാവശ്യം വിളിച്ചു കൊടുക്കുമ്പോൾ എന്നൊക്കെ മനസ്സിലായി ഇതിങ്ങനെ ന്യൂസ് കണ്ടിട്ട് വിളിക്കുന്നതാണ്, ഒന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, നിങ്ങൾ ന്യൂസ് കാണുന്നത് നിർത്തിയാൽ തന്നെ 100% നിങ്ങളെ പ്രശ്നം തീരുക. എനിക്കൊരു പ്രശ്നം ഇടിയില്ല. നിങ്ങൾ ആ ടെൻഷനും പ്രശ്നങ്ങളെല്ലാം തീരുകയാണ്, നിങ്ങൾ ന്യൂസ് നോക്കുന്നത് ഇല്ലാതാക്കാം, അത്രേ ഇല്ലൂ. പിന്നെ ഓരോ ആൾക്കാരും ഓരോന്ന് ടൈപ്പാക്കിയിട്ട് ഇടുമ്പം അത് കുറേ ഫോർവേഡ് ആക്കുന്നവരെല്ലാം ചിന്തിക്കണം. നമ്മൾ മനുഷ്യന്മാരല്ലേ. ഇപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ ആരാണ് കറക്റ്റ് ആരാണ് ഇതൊന്നും നമുക്കറിയില്ല. ഒരു രാജ്യം തകരണം, ആ നാട്ടിലവർ മരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും അങ്ങനെ പറയുന്നവർ മനുഷ്യന്മാരാ? അങ്ങനെ പറയുന്നവർ അവർ മനുഷ്യത്വമില്ലവരാ? അവരെല്ലാം നാടിനും നാട്ടുകാർക്കും ഈ ലോകത്തിനെല്ലാം അപമാനമല്ലേ അവർ? അങ്ങനത്തെ അതെല്ലാം മനുഷ്യന്മാർക്ക് പറ്റുമോ? മനുഷ്യന്മാർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഇസ്രായേലിൽ ബോംബ് വീണിട്ട് അവിടെ ഇത്ര ആൾ മരിച്ചിട്ടാകുമ്പോൾ അത് അങ്ങനെ സന്തോഷിക്കുന്നത്, ഇല്ലെങ്കിൽ ഇറാനിൽ 100 ചില്ലറ കുഞ്ഞോൾ മരിച്ചിട്ടാകുമ്പോൾ സന്തോഷിക്കുന്നവരാണോട് പറയുന്നത് കേട്ടോ. അതിന് ദുഃഖം രേഖപ്പെടുത്തണം, ആടെ മരിച്ചാലും ഇവിടെ മരിച്ചാലും, കാരണം മരിക്കുന്നത് മനുഷ്യന്മാരാണ് എന്ന ചിന്താഗതി വേണം. ദയവായി നാടിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നാട്ടുകാർ എല്ലാ രീതിയിലും നമുക്ക് അന്നം തരുന്ന രാജ്യത്തിനോടൊപ്പം എല്ലാം പ്രവർത്തിക്കുക, ശക്തമായിട്ട് നിൽക്കുക, കൂടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഏതെങ്കിലും ഒരുത്തം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരുത്തനെ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞാനിവിടെ നിന്ന് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്കാരനെ പറയും, വേറൊരാളത്തും ഒരു അമേരിക്കക്കാരൻ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കത്തെ വാട്സൺ തെറ്റ് ചെയ്തതെന്ന് പറയില്ല, അമേരിക്ക സ്വദേശിനെ പറയും. ഈ മലയാളികൾ വേറൊരു പ്രത്യേകതയുണ്ട്, എവിടെ പോയാലും മലബാരികൾ എന്ന് പറഞ്ഞറിയും. അപ്പം ദയവായി നിങ്ങളോട് എൻ്റെ അഭ്യർത്ഥന, ഒന്നും റെസ്പോൺസ് ചെയ്യാതിരിക്കുക, ഇല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാം. ഇതെൻ്റെ റിക്വസ്റ്റാണ് കേട്ടോ നിങ്ങളോട്.